പിന്നെ ആരെങ്കിലും ഒരാൾ വന്നിട്ട് പറയാം ഞങ്ങളുടെ സിനിമയെക്കുറിച്ച് ഇച്ചിരി കൂട്ടി പറഞ്ഞ് നിങ്ങൾ ആ മറ്റേ സിനിമയിൽ ഇച്ചിരി കുറച്ച് പറയാമോ, അതിനകത്തൊന്നും നമ്മൾ ഇടപെടാതെ നമുക്ക് അന്തസ്സായിട്ട് നിങ്ങൾക്കൊരു ജോലി തന്നിട്ടുണ്ട്, എല്ലാ വിദ്യാഭ്യാസമുള്ള പിള്ളേരും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കണം, നമ്മൾ മര്യാദയ്ക്കുള്ള പൈസ വീട്ടിക്കൊണ്ട് പോകും. പക്ഷെ അമ്പിളി അറിഞ്ഞിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോയി അമ്പിളിയോട് പറയാതെ അന്നൊരു സംഭവം നടന്നു. അനുഭവിച്ചല്ല അങ്ങനെ ആരും പിന്നെ ഒരു പത്രത്തിൻ്റെ മൂലം കൊണ്ട് ഈ ജാഫ്രടിക്ക് അതിനകത്ത് നിരപരാധിയാണെന്ന് എഴുതി ഞാൻ കണ്ടില്ല. എൻ്റെ കൂടെ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്, ഭയങ്കര ഇതാണ്, മറ്റാണെന്നൊക്കെ പറഞ്ഞു പുറകെ നടക്കും. ഇതിൻ്റെ കഥയൊന്ന് പറയാം. അപ്പം ഇല്ല ചേച്ചത് പറയാൻ പാടില്ല. അപ്പം അങ്ങനെ ആരും പറയാതെ ഒത്തിരി ഉണ്ട്, ഞാൻ കുറേ ഉണ്ട്. പക്ഷെ അപ്പോഴും എനിക്കിതിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് അറിയില്ല. ഇക്കാട് ചോദിക്കും മിക്കാൻ പറയാം, എനിക്കറിയത്തില്ല. അത്രേ ഉള്ളൂ. കുറിക്കപ്പെട്ടത് വിധിക്കപ്പെടും. എനിക്ക് കുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കുറിച്ച് വെച്ചിരുന്ന് പറയണമെങ്കിൽ ഞാൻ കേരള ഫെസ്റ്റിൻ്റെ ആര് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല പറഞ്ഞു. കേരള ചാനലുണ്ട് ചോദിച്ചു, എന്തോ വലിച്ച ഷൂ പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും എന്തിലും കേട്ടില്ലേ ഇവിടെ പറഞ്ഞിട്ട് സത്യം വേണം, പറയുന്ന ആൾക്കാർ സത്യം പറയണം. പിന്നെ നമ്മൾ വേദ വിവാദിച്ചാലും ഇത് അതും അങ്ങനെയാണല്ലോ. ജാഫ്രിക്കയുടെ പ്രശ്നം 180 പടം ഉണ്ടെങ്കിൽ 151 സിനിമയിലും പോയി അഭിനയിക്കും. എല്ലാവർക്കും ഡേറ്റ് കൊടുക്കും. നമ്മളതല്ല, നമ്മളൊരു സിനിമ നമുക്കങ്ങനെ കിട്ടുന്നത് തന്നെ കേട്ടോ. അപ്പം നമുക്ക് ആ സാവകാശം കിട്ടിയത് വ്യത്യസ്തമായിട്ടുള്ള പരിപാടി ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഉണ്ടായ ജാഫ്രിക്ക എന്ന് പറയുമ്പോഴേ ഇപ്പോൾ സാർ പറഞ്ഞു കുറേ പടത്തിൽ ഒന്നിച്ച് അഭിനയിക്കുന്നു, ഒന്നിച്ച് പ്രൊമോഷൻ ചെയ്യേണ്ടി വരുന്നു, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇടപെടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ജാഫ്രിക്ക വേറൊരു പടത്തിൽ നിന്നും അതിൻ്റെ പ്രൊമോഷന് വരാതെ വേറൊരു ഫംഗ്ഷന് ചെന്നതായിട്ട് അറിഞ്ഞു. അപ്പോൾ അവിടെ ആ ഇഷ്യൂ സംസാരിക്കുകയും അതൊരു വിവാദമായി മാറുകയും ചെയ്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ തിരക്കിട്ട ഈ ഒരു ലൊക്കേഷനിലേക്കും അത് പ്രൊമോഷനിലേക്ക് അങ്ങനെ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ വിവാദങ്ങളിൽ ചെന്ന് ചാടാനുള്ള ചാൻസ് കൂടുതലല്ലേ? എനിക്കാ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിവാദം കഴിഞ്ഞു പോയില്ലേ. പിന്നെ നമ്മൾ ഏത് വിവാദിച്ചാലും പോലെ സത്യം വേണം അതിനകത്ത്. അങ്ങനെ ഞാൻ കുറച്ചു പറഞ്ഞില്ല, സത്യം വേണം. പറയുന്ന ആൾക്കാർ സത്യം പറയണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കാം. സത്യമാണ് ഈ പറഞ്ഞത്. എന്നെക്കുറിച്ചൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായി? നുണ പരിശോധന, നാർക്കോ അനാലിക്ക്, ഇതൊക്കെ ചെയ്യാൻ കൊള്ളാം. തന്നെ 54 വയസ്സായി എനിക്ക്. ഇപ്പം മുട്ടിലൊക്കെ പെയിൻ്റ് അടിക്കും. ഇതൊക്കെ അതിലും വലിയ സംഭവം ആന മറിഞ്ഞു വന്ന് അന്നേരം ചെറിയ പ്രാണികൾ ഇതിലൂടെ പറയും കൂടെ പോകുള്ളൂ. ആരും അയ്യേ അതൊക്കെ നമ്മൾ കേട്ടോണ്ടിരുന്നല്ലേ. നമുക്ക് ഇത് എടുപ്പത് പണിയില്ല. അങ്ങനെ നമ്മൾ അയലോക്കത്തെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തിരക്കൊണ്ട് നടക്കണം. അത് തന്നെ കൊള്ളുള്ളൂ. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അതിനെന്തെങ്കിലും അരിയും പ്രശ്നം അടിച്ചു കൊടുക്കുക. തൊട്ട അയലോക്കത്തെ വീട്ടിൽ പട്ടിണി നടക്കുന്നതും തിരക്കുക. അത് അവിടുത്തെ പ്രശ്നങ്ങൾ എടുത്തിട്ട് നമ്മൾ പെരുമാറുമില്ല. തന്നെ അവിടെ പട്ടിണി ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇച്ചിരി സഹായിക്കണം. അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഇവിടെ കേട്ടാൽ പോകുന്നില്ല. കേരള ഫെസ്റ്റിൻ്റെ ആര് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല പറഞ്ഞു. കേരള ചാനലുണ്ട് ചോദിച്ചു, എന്തോ വലിച്ച ഷൂ പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും എന്തിലും കേട്ടില്ലേ ഇവിടെ കേട്ടിട്ട് പറഞ്ഞിട്ട് വെച്ചാൽ നമുക്ക് ഒത്തിരി പണികളുണ്ട്. അങ്ങനെയൊന്നും നമ്മളില്ല. കൊള്ളൂലാത്തതൊന്നും നമ്മൾ കഴിക്കില്ല. നല്ലതുണ്ട് പറയാം. മോൻ പറയാം എവിടെയെങ്കിലും എന്തെങ്കിലും കഷ്ടപ്പാടെന്ന് പറയാം. 1000 കൊടുക്കാം. അതൊക്കെ പറയാം കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ. വേറെ എന്നാ അപ്പോഴും നമുക്ക് പറയാനുള്ള മാങ്കവും മതി. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ പിള്ളേർ ചോദിച്ചാൽ പറയും എന്നാ മാങ്കം വരും. ഒരു മാങ്ങ എടുത്തിട്ട് 4 കീറിട്ട് അതിൽ ഒരു മുറി, അതാണ് മാങ്കവും മതി. ഞാൻ എൻ്റെ പിള്ളേരോട് പറഞ്ഞു, എനിക്കറിയില്ല മാങ്കവും മതി. അപ്പം മാങ്കോ എന്ന് പറഞ്ഞാൽ എന്താ? മാങ്ങ. ആ പിള്ളേർ ചോദിച്ചു, എൻ്റെ മോള് ചോദിച്ചു. തിരക്കും അവരെ ഇൻസ്റ്റയും ഫേസ്ബുക്കിൽ കൈകാര്യം ചെയ്തത്. ഞാനല്ല. ഞാനൊരു ഫേസ്ബുക്ക് കൈകാര്യം ചെയ്താൽ ഏതോ ലോകത്തേക്ക് എന്തോ പോയി, അത് നിർത്തി. മറ്റേ മോള് കൈകാര്യം ചെയ്യണം. അപ്പം മോളിനോട് ചോദിച്ചു എന്നാ കുറിച്ച് മാങ്കോ മറി എന്തെങ്കിലും അവളെ പഠിച്ച കുട്ടിയൊക്കെ അല്ലേ. അത് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഞാൻ മറിക്കും. അപ്പോൾ അത് ചോദിച്ചു അത് എന്നാ കുറിച്ച് ചോദിച്ചിട്ട് അത് പിള്ളേരോട് അങ്ങനെ പറയുന്നത്. പിള്ളേരോട് അങ്ങനെ എന്നിട്ട് എന്താണ് മാങ്കോ മറി ചേട്ടാ അതെ ഞാൻ തിരക്കില്ല, ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുള്ളൂ, ഞാൻ ചമ്മണ്ടല്ല. അപ്പം ഞാനിത് പിള്ളേരോട് പറഞ്ഞു. ടച്ചിലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 4 ഒരു മാങ്ങ എടുത്തിട്ട് 4 കീറുക, ഒരു മുറി മാറ്റി വയ്ക്കുക. ആ ഒരു മുറിയാണ് മാങ്കോ മുറി. അതെനിക്കറിയാവുള്ളൂ. പക്ഷേ ഈ മാങ്കോ മുറി എന്താണെന്നുള്ള കാര്യം ഇവിടെ ഇരിക്കുന്ന അദ്ദേഹത്തിനറിയാം. പിന്നെ കൈക്കൂലി കൊടുത്ത് തലകേട്ട അദ്ദേഹത്തിനറിയാം. പിന്നെ എഴുതി അദ്ദേഹത്തിനറിയാം. ദൈവം തമ്മിലാനും അറിയാം. 4 പേർക്ക് അപ്പം മാങ്കോ മുറി അറിയാവുള്ളൂ. അങ്ങനെ ഇതിന് മണമ്പൂര് ഇവരെന്നെ അല്ലെങ്കിൽ എന്ത് വിളിച്ചു എന്തോ അഭിനയിച്ചു അങ്ങനെയല്ലേ? അത്രയല്ലേ ഉള്ളൂ. അത് ഞങ്ങൾ
പക്ഷെ ഞാൻ ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ആളോട് പറയാതെ. അവിടെ ഒരു ഒന്ന് പൊളിച്ചടിക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് ജാഫ്രിക്ക മലയാള സിനിമയിൽ തന്നെ ഒരുപാട് 150 സിനിമകളിൽ അഭിനയിച്ചത്. അപ്പം ഇത് അതൊരു വലിയ സിനിമ കുറേ സിനിമകൾ എത്ര പണം എത്ര 200 വരെയുണ്ട്, 250 വരെയുണ്ട്. എനിക്കൊള്ളോ എന്നെ എടുത്തിട്ട് പഠിച്ചത്. അപ്പം കറക്റ്റ് അത്രയൊന്നും അല്ല കേട്ടോ, അതിനൊക്കെ മുകളിൽ ഒത്തിരി പോയി. തീർച്ചയായും. അപ്പോൾ അതിൽ കൂടുതൽ സിനിമകളുണ്ടെങ്കിൽ ഏറ്റവും സന്തോഷം. അപ്പം അത്ര സിനിമകൾ മലയാള സിനിമയിലെ എല്ലാ സീനിയേഴ്സുമായിട്ട് അവർ കൂടെ അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ, അവരുടെ ഡയറക്ഷനിലായാലും അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം താങ്കൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയിൽ വേണ്ടെന്ന് വെക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന റോൾ ഇതേപോലെ കിട്ടണം എന്ന് വേണമെങ്കിൽ ഡിമാൻഡ് ചെയ്യാം. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ എനിക്കൊരു ഓരോ സീനാണെങ്കിൽ പോലും അഭിനയിക്കാൻ തയ്യാറായിട്ടൊരു ആക്ടറാണ് താങ്കൾ. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ എനിക്ക് വേണമെങ്കിൽ കരിയറിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആക്ടറാണ്. വേണമെന്ന് വെച്ചാൽ വേറൊരു ലെവലിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു ആക്ടറാണ്, സീനിയർ ആക്ടറാണ് താങ്കൾ. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒന്ന് പോവാതെ എനിക്കിത് മതി, ഇങ്ങനെ ഒരു ജീവിതം മതി തീരുമാനിക്കാതെ? കുറിക്കപ്പെട്ടത് വിധിക്കപ്പെടുള്ളൂ. അതാണ് ഒറ്റത്രേ ഉള്ളൂ. കുറിക്കപ്പെട്ടത് വിധിക്കപ്പെടും. എനിക്ക് കുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ കുറിച്ച് വെച്ചിരുന്നത് പറയണമെങ്കിൽ ഞാൻ ആരാ അത് പറഞ്ഞിരിക്കുന്നത്? ആ പറഞ്ഞ ആളുമായിട്ടാണ് ബന്ധം. എനിക്ക് ആ ആളുമായിട്ടാണ് ബന്ധം. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ബന്ധം ആ പറഞ്ഞ വ്യക്തിയായിട്ടാണ്. അല്ലാതെ ഈ അവിടെ എവിടെയും പറഞ്ഞ് ആരോഗ്യം കൂടെ പഠിച്ചുകൊണ്ടിരുന്ന അതൊന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ആളല്ല ജാഫ്രിക്ക്. അപ്പം ദൈവം എന്ന് പറയുന്ന ആൾ കുറിക്കപ്പെട്ടിട്ടുണ്ട്. ഇരിക്കുന്ന എല്ലാവർക്കും കുറിച്ച് വെച്ചിരിക്കുക വിശ്വാസമുള്ളവർ. അത് നമുക്ക് വിധിക്കപ്പെടും. എനിക്ക് എൻ്റെ അന്നത്തെ പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്കത് കിട്ടുന്നേ. ഈ പിടിച്ചു പറിച്ച് മേടിക്കണ്ട, ഒന്നും വേണ്ട. ഞാൻ ആരോടും ചാൻസ് ചോദിക്കുന്നൊന്നുമില്ല, ഒന്നുമില്ല. ഇപ്പം വരെ പിന്നെ ഒന്നാമത് വെള്ളത്തിലെ കൊമളയാണ്. വെള്ളത്തിലെ കൊമളയാണ് ഈ ആർട്ടിസ്റ്റുകളും സിനിമക്കാരും ഒക്കെ ഉണ്ട്. അത് കുറേ ആൾ ഇങ്ങനെ കറങ്ങി കിടക്കും. അത് പൊട്ടിപ്പോയതാണ്. അതിൻ്റെ പുറകിൽ കുറേ കൊമളകളൊന്നും വരും. അതിങ്ങനെ കയറി വരുമെന്ന് നമുക്കൊരു ചിന്താഗതി വേണം. നമ്മളിലും കഴിവുള്ള ആളുകൾ നമ്മുടെ പുറകിലുണ്ട്. ഇതിനകത്ത് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല, എത്തിപ്പെടുത്തുന്നില്ല. എത്തിപ്പെടുത്താത്ത ആൾക്കാരാണ് കുറച്ച് മുമ്പ് പറഞ്ഞ് എന്താ പറഞ്ഞത്? അങ്ങനെ പറയും. അതാണ് നമ്മൾ പറഞ്ഞില്ലേ, എൻ്റെ കൂടെ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്, ഭയങ്കര ഇതാണ്, മറ്റാണ്, മറിച്ചാണെന്നൊക്കെ പറഞ്ഞില്ലേ. എൻ്റെ ദൈവത്തിനാണ് സത്യം കിട്ടും. ഞാനിപ്പം കേൾക്കുക ആരോ ഒക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അപ്പോൾ ആരോ ഒക്കെ പറഞ്ഞുണ്ടാക്കുന്നതല്ല. നമുക്ക് കുറേ ആത്മാർത്ഥ സുഹൃത്തുക്കളും സ്വന്തം ബന്ധം മറ്റവരൊക്കെ ഉണ്ട്. എനിക്ക് സുഹൃത്തുക്കളുണ്ട്, അവർ സുഹൃത്തുക്കളാണെന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മളങ്ങനെ പോകാറുണ്ട്. അത് നിശ്ചയം ദൈവമാണ്. അത് വിശ്വസിച്ച് പോകുന്ന ആ ആൾ തകർത്ത് കഴിഞ്ഞാൽ ഞാൻ തകർന്നു പോകും. അല്ലാതെ ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ തകർത്താൽ ഞാൻ തകരില്ലാണ്. അത്രയുള്ള എൻ്റെ നിലവിൽ. അതായത് ഞങ്ങൾ പടം കാണണം, എൻ്റെ തകർച്ചയും ഇതൊന്നും അല്ല. അവരുടെ സിനിമ ഞങ്ങളുടെ മാങ്കോ മുറി ഒറ്റ കഷ്ണം മാറ്റി വെച്ചില്ലേ, ആ സാധനം എന്നാണെന്ന് നോക്കാം. അത് നല്ല പഴുത്താണോ ഉപ്പുള്ളതാണോ പുളിയുള്ളത്? ലാലി മരത്തിന് ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഒരൊറ്റ നിലപാടുള്ള ആൾക്കാരല്ലല്ലോ സിനിമ എടുക്കുന്നത്. എപ്പോഴും നമ്മളും നമ്മുടെ നിലപാടിൽ തന്നെ. എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നിലപാടുള്ള ഒരു നടി എന്നുള്ള ഒരു പേരിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും അറിയപ്പെടുന്നതും. ഇതുവരെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ അതിൻ്റെ പേരിൽ എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കുറയാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ അഭിനയമൊക്കെ കണ്ടിട്ട് ചിലപ്പം കൂടാനും കുറയാനും ഒക്കെ അങ്ങനെയുള്ളൂ. അല്ലാതെ നിലപാടും നമ്മുടെ ജോലിയും നിലപാടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് എനിക്ക് പ്രത്യേകിച്ചും ഈ സിനിമ ഫീൽഡിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ തോന്നിയിട്ടില്ല. ഇനി എങ്ങനെയാണെന്നറിയില്ല. പക്ഷേ എൻ്റെ നിലപാടുകളിൽ ഞാൻ എപ്പോഴും ഉറച്ചു നിൽക്കുകയും ചെയ്യും. അല്ല, അത് ഇപ്പം ഞാൻ നമ്മൾ സമൂഹത്തിലുള്ള കഥാപാത്രങ്ങളല്ലേ നമുക്ക് കിട്ടുന്നത്. അത് ചിലപ്പോൾ ആ കഥയ്ക്കനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ആ കഥാപാത്രങ്ങൾക്ക് ചിലപ്പോൾ ഒരു നിലപാട്, ഇപ്പം ഞാൻ ഒരു ഭയങ്കര സ്ത്രീവിരുദ്ധയായ അല്ലെങ്കിൽ ഒരു കുലസ്ത്രീ ആയിട്ടൊക്കെ വേഷത്തിൽ അഭിനയിക്കേണ്ടി വന്നേക്കാം. പക്ഷെ അത് എൻ്റെ ലൈഫിൽ ഞാൻ അല്ലെങ്കിൽ ആ കഥയെ അത് മുന്നോട്ട് നയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതാണ് ശരിയെന്ന് അത് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ആ എഴുത്തുകാരോട് വേണമെങ്കിൽ പറയാം. പക്ഷെ അത്രയൊന്നും ഒരു സ്വാധീനം ചെലുത്താനുള്ള കഴിവ് പോലും ആയിട്ടില്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് ആ ഒരു സ്വാധീനം ചെലുത്താനുള്ള ഒരു ഇതിലേക്ക് ഞാൻ ആ ഒരു നിലയിലേക്ക് എത്താനുള്ള ഒരു ശ്രമമെങ്കിൽ ഞാൻ നടത്തും. പക്ഷെ അതുവരെ ഇതുപോലത്തെ ഉള്ള ആൾക്കാരൊക്കെ ഉള്ളതാണ് നമ്മുടെ ലോകമെന്ന് മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ നിലപാടുകൾ തുടരുകയും സിനിമയിൽ പരമാവധി കിട്ടുന്ന വേഷങ്ങളൊക്കെ അഭിനയിക്കുകയും ചെയ്യും. അതെ.
എങ്ങനെ? തീർച്ചയായിട്ടും ഉണ്ടാകും, ഒരു ആത്മസംഘർഷം ഉണ്ടാകും. പിന്നെ പലപ്പോഴും ഈ ഷോർട്ട് ഫിലിമിലൊക്കെ ഞാൻ അവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കാറുണ്ട്, നമുക്കതൊന്ന് ഇങ്ങനെ ആക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതൊന്ന് മാറ്റാൻ പാടില്ല എന്നൊക്കെ. അതൊന്നും എനിക്കതിനുള്ളൊരു കഴിവൊന്നും ആയിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. അങ്ങനെ ആകുന്ന ഒരു അവസരം ഉണ്ടാകുമായിരിക്കും സിനിമയിലൊക്കെ. ഉണ്ടാകുമ്പോൾ എനിക്കിങ്ങനെ അങ്ങനെ ശക്തമായി തന്നെ പ്രതികരിക്കും. പക്ഷെ നമ്മുടെ എങ്ങനെ ഇല്ല, ഒന്നുമില്ല. ഇതിൻ്റെ അകത്തുള്ളത് എനിക്ക് അഭിനയിക്കാനുള്ള മോഹം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ സിനിമയിൽ സ്വീകരിക്കുന്നത്. അങ്ങനെ ഞാനിപ്പോൾ നോക്കാറുണ്ടോ സത്യത്തിൽ? സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടുക, അത് കൂടുതൽ നല്ലതാക്കുക വീണ്ടും. കാരണം എൻ്റെ സിനിമയിൽ കിട്ടുന്നത് അപ്പം അത് മാത്രമാണ് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. കാരണം നമുക്കൊന്ന് ഒരു കാലം ഉറപ്പിക്കണം, അത് നമുക്കൊരു നിലപാടുണ്ടാവണം, നിലപാട് നിൽക്കാനുള്ള ഒരു വേദി ഉണ്ടാവണം, എന്നിട്ട് നമ്മൾ സംസാരിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. കൊച്ചിലെ കഥാപാത്രമായാലും ഈശോയിലെ കഥാപാത്രമായാലും അങ്ങനത്തെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടല്ലേ, ഒരു ജോണും ഡിഫറെൻ്റ് ആണല്ലോ, ആ കഥാപാത്രം എപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ട്. ഇപ്പം ഈ സിനിമയിലെ തന്നെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ കുറച്ചുകൂടി യൂത്തായിട്ട് ബൈക്ക് ഓടിക്കുന്നതായിട്ട്, അത് യൂത്ത് വൈബായിട്ട് നിൽക്കുന്ന ഒരാളൊക്കെ ആയിട്ടേക്കളെ ശരിക്കും അങ്ങനത്തെ ഒരു വൈബായിട്ട് ഒരാളാണോ? കണ്ട ചോദിച്ചെടുത്തിട്ട് ക്ലൈമാക്സ് അല്ലേ ആലോചിച്ച് മണിച്ചിത്രത്താഴ് സിനിമ കാണാനായിട്ട് വിചാരിച്ചില്ല. അത് കണ്ടിട്ട് ഇറങ്ങിയാൽ പറയാം കാണണം, ഒരു സുഖമില്ല. ആ നാഗോണ്ടി ശോഭനാന്ന് എന്ന് പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എനിക്കറിയത്തില്ലെന്ന് ഞാൻ സത്യം പറഞ്ഞ, ഞാനും അമ്പളിയും സത്യം പറഞ്ഞ ആലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഈ കഥ അങ്ങനെ മൊത്തത്തിൽ കേട്ടിട്ട് അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ നമ്മുടെ ആ പോർഷൻ എങ്ങനെയാ പറയാം, അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കും. അത് തന്നെ നമ്മൾ കുറച്ച് ഡേറ്റൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഷൂട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ പോർഷനിൽ അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അന്നും പറഞ്ഞില്ല മാർട്ടിൻ ലൂക്കാപ്പിൻ്റെ പടം ഞാൻ ചെയ്ത് മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ട് കഥ പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ അതിന് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മാറിയിരിക്കുക. ആ പള്ളിക്കൂടത്ത് തേവര കോളേജിൽ ഇരുന്നിട്ട് ഒരു പണ്ടത്തിൽ വലത്ത് കോളേജ് കണക്കണതിൻ്റെ റൂമിൽ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു അങ്ങനെയല്ല, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നിന്നോട്ട് അങ്ങനെ അതിലുള്ളൂ. അപ്പം ഇതും അങ്ങനെ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഇത് എങ്ങനെയാലും ഞാൻ കാണണമില്ല, ഞാൻ പടം കാണാനില്ലാത്ത ആളായതുകൊണ്ട് ഇത് തൊട്ടൊന്ന് കണ്ടാലോ എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ആയിട്ട് തോന്നുക. നല്ല തമാശ അല്ല ഇത് തൊട്ടൊക്കെ തുടങ്ങിയാലോ ഇത് കാഴ്ച അങ്ങനെയൊക്കെ. ഇത് ഒന്നും അറിയത്തില്ലല്ലോ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് അത് അതിൻ്റെ പോക്ക് അങ്ങനെയാണ്, അതിൻ്റെ പോക്ക് റൂട്ട് അങ്ങനെയാണ് ഈ സിനിമയുടെ. അതുകൊണ്ടാണ് ഞാൻ ഒരു സിനിമയ്ക്കും ഇങ്ങനെ ഇങ്ങനെ ചാനലുകൾ വന്നിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ബോധ്യം വരില്ല. എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ബോധ്യമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു ആവശ്യമുള്ള മാത്രം സാധനം ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജോലി കുറച്ച് എന്നുള്ള ഡയറക്ടറായിരിക്കണം. അത് ഞങ്ങളുടെ ക്രൂസിന് കംപ്ലീറ്റ് ജോലിയില്ലായിരുന്നു. പിന്നെ ഇച്ചിരി നല്ല അന്നവും വെള്ളം കിട്ടി, അടിപൊളിയായിട്ട് എല്ലാ കേസുകളും തീർത്ത് എല്ലാം ചെയ്ത് മര്യാദയായിട്ട് എനിക്ക് തരും. മര്യാദ പടമാണെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഒന്ന് മര്യാദയ്ക്ക് ഞങ്ങളൊന്ന് പറയുക, ഒന്ന് എങ്ങനെയെങ്കിലും ഇച്ചിരി ചില്ലറയൊക്കെ ഉണ്ടാക്കി ഒന്ന് മര്യാദയോടുകൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല മര്യാദയുള്ള ഒരു സിനിമ നമുക്ക് ആസ്വദിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി അങ്ങനെ പറയാനൊന്നും അറിയാനൊന്നും പാടില്ല. പിന്നെ നിങ്ങളെല്ലാവരും കൂടി നിങ്ങളൊക്കെയല്ലേ ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതൊക്കെ. സത്യം പറയാനുള്ള ആരും പറയാം, ആരൊക്കെ ഇനി വിമർശിച്ചാലും കാര്യമില്ല. നല്ല പിന്നെ അതിനകത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ നല്ലതിന് നല്ലതാക്കി പറയുക. പിന്നെ ആരുടെയെങ്കിലും ഒരാൾ വന്നിട്ട് പറയുക ഞങ്ങളുടെ സിനിമയെക്കുറിച്ച് ഇച്ചിരി കൂട്ടി പറഞ്ഞ് നിങ്ങൾ ആ മറ്റേ സിനിമയിൽ ഇച്ചിരി കുറച്ച് പറയാമോ, അതിനകത്തൊന്നും നമ്മൾ ഇടപെടാതെ നമുക്ക് അന്തസ്സായിട്ട് നിങ്ങൾക്കൊരു ജോലി തന്നിട്ടുണ്ട്. എല്ലാ വിദ്യാഭ്യാസമുള്ള പിള്ളേരും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കണം, നമ്മൾ മര്യാദയ്ക്കുള്ള പൈസ വീട്ടിൽ കൊണ്ട് കൊടുക്കാവുള്ളൂ. അപ്പം മര്യാദയായിട്ട് ദഹിക്കും, മര്യാദയായിട്ടുള്ള സാധനം പുറപ്പെടുവിക്കും. അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു പുറപ്പെടുവിക്കലായിരിക്കും. അതാണ് സത്യസന്ധതയില്ലാത്ത പൈസയ്ക്ക് പൊട്ടലും ചീറ്റിലും വേണം. അപ്പം നമുക്ക് അത് വേണ്ട. അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണം. ഇങ്ങനത്തുള്ള ചെറു പടങ്ങളെ നിങ്ങൾ സഹായിക്കണം മക്കളെ. ഇങ്ങനത്തെ കുഞ്ഞു പടമായത്, പക്ഷെ ഞങ്ങൾക്ക് വലിയ പടമായത്. അപ്പം നിങ്ങളെപ്പോലെ ഉള്ളവർ ഇതിൽ കണ്ട് അന്തസ്സായിട്ട് കണ്ടിട്ട് ഒന്ന് പറയണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇത് ഏതൊക്കെ ആൾക്കാരുടെ അസോസിയേറ്റായിട്ട് വന്നിട്ടുള്ള ആളെന്നറിയാം. അപ്പം അദ്ദേഹത്തിന്
ഞാൻ ഇങ്ങനെ ഒരു ഡയറക്ടറെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. അതിന് തൊട്ടപ്പുറത്ത് ഡയറക്ടർ തന്നെ ഇരിക്കണം. ഞാൻ ആ സാറിൻ്റെ പടം ചെയ്തിട്ടുമില്ല. എൻ്റെ നാട്ടിലായിരുന്നു എബി എന്ന് പറയുന്നത്. ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു ചാനലും ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം ജല്ലിക്കെട്ടോ എന്തോ അവിടെ എന്തോ പടം നടക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ സാറൊക്കെ ഇരിപ്പുണ്ട്. ഞാനിതെല്ലാം പൊതുവായിട്ട് പറയുന്നു കേട്ടോ. നമുക്കെല്ലാ പടവും വിജയിക്കണം. ഇന്ന് ഞങ്ങളുടെ പടം വിജയിക്കണം, മറ്റേ പടം തോറ്റു പോകണമെന്നല്ല പറയുന്നത്. ഇൻഡസ്ട്രിയിൽ നിലനിൽക്കണമെങ്കിൽ എല്ലാ പടവും വിജയിക്കേണ്ട രീതിയിൽ. അത് നിങ്ങളെല്ലാവരും അതിനകത്ത് നമ്മളിപ്പോൾ ഒന്നും നിങ്ങളെക്കുറിച്ചൊക്കെ നല്ല സന്തോഷമുണ്ട്. ഞാനൊക്കെ അനുഭവിച്ച കഥകളൊക്കെ അറിയാൻ പാടില്ല ചാനലിൽ കൂടെ. അപ്പോൾ അതൊക്കെ ഞാൻ അനുഭവിച്ചതല്ല. എന്നെ ആരും പിന്നെ ഒരു പത്രത്തിൻ്റെ മൂല കൊണ്ടുപോയി ജാഫ്രടിക്ക് അതിനകത്ത് നിരപരാധി എന്ന് എഴുതി ഞാൻ കണ്ടില്ല. അറിയാലും ചരിത്രമൊക്കെ അറിയാൻ പാടില്ല, എല്ലാവർക്കും അറിയാവുന്നവർക്ക്. അപ്പം നമ്മൾ എല്ലാവർക്കും കുടുംബവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നിങ്ങൾക്കും ഉള്ള ഞങ്ങൾക്കും ഉള്ള അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാണ് എല്ലാവരും പോകുന്നത്. ഇപ്പം അടുത്ത കാലത്തൊക്കെ നിങ്ങളെ നമ്മൾ തിരിച്ചു പറയുന്ന ആൾക്കാരൊക്കെ വന്ന് ചാടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതിലൂടെ കേട്ടിട്ട് ഇതിലൂടെ ഇറക്കി വിട്ടായിരുന്നു. നമുക്ക് വേറെ ജോലിയില്ല, നമ്മൾ അഭിമാനമുള്ളവരില്ല, അഭിമാനത്തോടുകൂടി വർക്ക് ചെയ്യുക. അപ്പം ഞങ്ങളുടെ ഈ പടത്തിന് നിങ്ങൾ ഒന്ന് കണ്ടു കേട്ട് ഒരു പ്രൊമോഷനൊക്കെ ചെയ്ത് ആ കണ്ടിട്ട് സത്യസന്ധമായിട്ട് ചെയ്താൽ മതി. സത്യസന്ധമായിട്ട് ഈ പടം നമ്മുടെ ഈ സാറങ്ങോട്ട് തരും. അപ്പം നല്ലൊരു പടമാണ്, ഒന്ന് കാണണമെന്ന് അപേക്ഷിക്കുന്നു. ഇനി ഞാൻ മൈക്ക് ആർക്ക് കൈമാറണം? ഡയറക്ടർ കൈമാറണം. അപ്പം കൺക്ലൂഷൻ അല്ലേ? അല്ല, കൺക്ലൂഷൻ അല്ല. ഞാൻ വെറുതെ പറഞ്ഞല്ലോ കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ കഥ എന്തെങ്കിലും സ്ക്രിപ്റ്റ് ഒന്ന് തരാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല ചേച്ചി അത് ഓക്കെ. അപ്പോൾ പറഞ്ഞു അത് ചേച്ചി ജാഫ്രിക്കയുടെ വൈഫായിട്ട് ചേച്ചി ജീവിച്ചാൽ മാത്രം മതി, അല്ലാതെ എൻ്റെ കഥ പറയുക എന്ന് പറഞ്ഞ കുറിച്ച് കഥ പറയില്ല. അത് കാരണം അത് ആരോടും അതിൽ അഭിനയിക്കുന്നവരൊക്കെ പലരോടും പറഞ്ഞിട്ടില്ല ഈ കഥ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പിന്നെ എന്തായാലും കഥ അറിയത്തില്ല, അപ്പം പറയുന്ന അതുപോലെ ചെയ്യാന്നുള്ളതല്ലാതെ പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ പാടി. ഇക്ക ഭയങ്കര പാട്ടുകാരനാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാട്ടൊക്കെ പാടും. അപ്പം ഞാൻ അങ്ങനെ കൂടെ പാടും. ഇക്ക തെറ്റിച്ച് പാടുമ്പോൾ ഞാൻ ശരിക്കും പാടും. അങ്ങനെയൊക്കെ ഭയങ്കര സാധാരണമായിട്ടൊരു ഒരു വീട് പോലെ അങ്ങനെ പോവുമായിരുന്നു. ശരിക്കും താമസിക്കുന്നതും എല്ലാം ലൊക്കേഷനും എല്ലാം ഒരേ സ്ഥലത്ത് തന്നെ. അങ്ങനെ കുറച്ച് നല്ല അനുഭവങ്ങളുള്ള എനിക്കൊരു പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ ഇനി കുറേ സിനിമ വന്നാലും ഇനി ഒന്നും വന്നില്ലെങ്കിലും ഇതെൻ്റെ ഏറ്റവും ബെസ്റ്റ് സിനിമയും ബെസ്റ്റ് അനുഭവങ്ങളായിരിക്കും. കാരണം ഞാനിങ്ങനെ എനിക്ക് ഞാൻ വായിക്കാനൊക്കെ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാൻ തോമസിൻ്റെ പുറകെ നടക്കും. ഇതിൻ്റെ കഥയൊന്ന് പറയാമോ? അപ്പോൾ ഇല്ല ചേച്ചി അത് പറയാൻ പാടില്ല. അപ്പം അങ്ങനെ ആരും പറയാതെ ഒത്തിരി ഉണ്ട്, ഞാൻ കുറേ ഉണ്ട്. പക്ഷെ അപ്പോഴും എനിക്കിതിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് അറിയില്ല. ഇക്കാട് ചോദിക്കുമ്പോൾ ഇക്കാൻ പറയും എനിക്കറിയത്തില്ല എന്ന് പറയും. അപ്പം അങ്ങനെ ഒരു ദുരൂഹതയുണ്ട് ശരിക്കും. ഭയങ്കര ക്ലൈമാക്സിൽ മാത്രം മനസ്സിലാകുന്ന എന്തോ സംഭവം അതിലുണ്ട്. അതിൽ ഞാൻ ഇതിന് ഡബിങ്ങിന് പോകുമ്പോൾ തന്നെ എനിക്ക് ഡബ് ചെയ്യാനുള്ള ഭാഗം മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. എല്ലാ സീനിലും ഡബിങ് ഇല്ലല്ലോ. അപ്പോൾ അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവിക്കുന്നത്. പിന്നെ ഒരു പൂച്ചയുണ്ട്. എനിക്ക് പൂച്ചകളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പൂച്ച ഉണ്ട്, അതൊക്കെ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത ഒരു സെറ്റും എൻജോയ് ചെയ്ത ഒരു ഷൂട്ടിങ്ങുമായിരുന്നു. മറക്കാനേ പറ്റത്തില്ല. അമ്പിളി അറിഞ്ഞിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോയി അമ്പിളിയോട് പറയാതെ അന്നൊരു സംഭവം നടന്നിട്ടുണ്ട് അല്ലേ? ഇനി ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ പറഞ്ഞാൽ ഒന്ന് പുറത്തു പോയി അന്നൊരു സംഭവം നടന്നിട്ടുണ്ട്. അത് പൊളിച്ചടിക്കും പോലെയാണ് അളിയന്മാരെ അളിയെത്തിയാളെ. ഓക്കെ, അപ്പോൾ ഓക്കെ. ഈ കഥ അറിയാതെ അഭിനയിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ മുഖ്യധാരയിലുള്ള ആരും തയ്യാറാവാറില്ല. ഇപ്പൊ ഈ കഥ അറിയാതെ അഭിനയിക്കുമ്പോൾ അഭിനയത്തിന്റെ പൂർണ്ണതയിലെത്താൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എത്തുള്ളൂ. കഥ പറഞ്ഞാൽ ഞാൻ കാണിച്ചത് ചില പറഞ്ഞാൽ ഭാഗ്യം. ഒരു ഇമോഷൻ സൈഡ് ഇപ്പം ഒരു കഥയുടെ ഒരു എൻഡിൽ എന്താണെന്നുള്ളത് അറിയാതെ ആദ്യം മുതലേ അഭിനയിച്ച് അത് എത്രമാത്രം ഫലവത്താവുമെന്നുള്ളത് അതിന് ഞങ്ങൾ ഡയറക്ടർ എന്ന് പറയുന്ന ആൾക്ക് സ്ക്രിപ്റ്റ് അല്ല, ഞാൻ ഒന്ന് പറഞ്ഞു വെച്ചൊക്കെ തരാം. ഞങ്ങൾ അവരോട് അദ്ദേഹം ഉള്ളതിൻ്റെ സ്ക്രിപ്റ്റ് ഡയറക്ടർ
അപ്പം ഞങ്ങൾ അങ്ങോട്ട് പറയും ഞങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് മൂഡില്ല എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം. അപ്പോൾ അവരുടെ ഒരു മൂഡ് പറഞ്ഞു തരും. പ്രത്യേകിച്ച് ഞാൻ മിമിക്രി ആർട്ടിസ്റ്റാണ്, ഞാൻ ഇമിറ്റേഷനാണ്, ഞാൻ അടിസ്ഥാന കലാകാരനല്ല. ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറും ഇലക്ട്രോണിക്സും ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെയായിരുന്നു. അല്ല ഞാൻ അടിസ്ഥാന കലാകാരനല്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നതാണ്. ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ്, ഞാൻ ഇമിറ്റേറ്റ് ചെയ്യും. ഇപ്പോൾ ചുരുളി സിനിമ പുളിക്കൊന്ന് ഞാൻ പേര് പറയുന്നില്ല, ഞാൻ ഒരു ചേട്ടൻ എൻ്റെ നാട്ടിലെ പണ്ടത്തെ ഒരു ചേട്ടനാണ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്തത്. പറയാൻ മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം പറഞ്ഞതിനകത്ത് ഞാൻ ചിലപ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഈ സിനിമയിൽ ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ടാവുന്നേ, അങ്ങനെ ഇമിറ്റേറ്റർ ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ എനിക്ക് കഥ അങ്ങനെ ആക്കണ്ട, ഇങ്ങനെ പറയുന്ന ചെയ്താൽ മതി. ലിജോ പള്ളിച്ചേരിയുടെ ജല്ലിക്കെട്ടിൽ എന്നെ പറഞ്ഞു വന്ന് അദ്ദേഹത്തിന് ഇമിറ്റേറ്റ് ചെയ്ത് ഞാൻ ഒരു 3.5 മിനിറ്റുള്ള ഷോട്ട് ഞാൻ പോയി. അത് അദ്ദേഹം കാണിച്ചു തന്ന പോലെ ഒക്കെ ചെയ്തു. പക്ഷെ അടിസ്ഥാന കല ഇതുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഞാനും അങ്ങനെ പറയുള്ളൂ കേട്ടോ. അതിന് ചെയ്തു. അല്ല, അത് എനിക്ക് പറയാനുള്ള വേറെ, നമ്മളിപ്പം നമ്മുടെ ജീവിതം നമ്മൾ സത്യത്തിൽ നമ്മൾ എന്താണ് ജീവിക്കുന്നത്, ഇനി നാളെ എന്താകുന്നു, നമ്മൾ ഇന്ന് രാത്രി നമുക്ക് എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയില്ല. നമ്മൾ നന്നായിട്ട് അഭിനയിക്കുമല്ലേ, അല്ലെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ജീവിക്കുമല്ലേ, അതിൽ കൂടുതൽ നമ്മൾ എന്താണ് അറിയേണ്ടത്? ഒരു ലൈഫ് നമ്മൾ മൊത്തം അറിഞ്ഞിട്ടല്ലല്ലോ നമ്മൾ അതിലേക്ക് ഇല്ലേ. അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് സത്യത്തിൽ ആ സിനിമ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ ജീവിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, ഓരോ കാര്യങ്ങളും അറിയാതെ നമ്മളിപ്പോൾ അറിഞ്ഞിട്ട് ചെയ്യുന്നതും ഒരു ക്യാരക്ടറിലേക്ക് മുഴുകിയിട്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കി ചെയ്യുന്നതും രണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ അതെങ്ങനെയായിരുന്നു ചെയ്യാൻ പറ്റിയത്? ഓരോ സീനിന് മുമ്പും ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് വിഷ്ണു പറയാറുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ അവസാനം പറയണമെന്നില്ല, എനിക്ക് ഈ സീനിൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് എന്നോട് പറയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാരണം ഇത് എന്നോട് ഒരുപക്ഷെ ഈ കഥ മുഴുവനും പറഞ്ഞാൽ ഞാൻ ആ ഒരു കൺസേണിലായിരിക്കും. എനിക്ക് പിന്നെ ബാക്കി സിനിമ ഞാൻ അഭിനയിക്കുന്നത് പോലും അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്കിത് വേറൊരു സിനിമ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ അതിലിങ്ങനെ പറയുന്നുണ്ട് അവർ പിന്നെ ഞാൻ തുടക്കക്കാരി ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി ഹോംവർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്നോടൊന്ന് പറയാമോ, ആരെങ്കിലും ഞാൻ ഈ മലയാള സിനിമ കണ്ടിട്ടുള്ള ആരെങ്കിലും ഇത് നിങ്ങൾ മനസ്സിലെങ്കിലും കണ്ടിട്ടുണ്ടോ, എനിക്കൊന്ന് കണ്ട് യൂട്യൂബിൽ നോക്കിയിട്ട് അതനുസരിച്ചൊന്ന് വർക്ക് ചെയ്യാനാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞില്ല, ഒരിക്കലും ചേച്ചിയോട് അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം എൻ്റെ മനസ്സിലുള്ള ആൾ എൻ്റെ ഏറ്റവും ഇതുവരെ മലയാള സിനിമ കാണാത്ത ഒരാളാണ്, അതുകൊണ്ട് ഞാനങ്ങനെ പറയില്ല എന്ന് എന്നോട് പറഞ്ഞത്. വേറൊരു സിനിമ ഇതല്ല, പക്ഷെ അതിൻ്റെ കഥ എന്നോട് കഥ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഏതെങ്കിലും ഒരു മാതൃക എൻ്റെ മുന്നിൽ തന്നില്ല. ആ ഒരു എനിക്കൊന്ന് ഡയറക്ടറുടെ ഒരു കഴിവാണത്, കാരണം അവരുടെ മനസ്സിലുണ്ട് ഈ ക്യാരക്ടർ എന്താണെന്ന്, അത് മാത്രം നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. ഈ സിനിമയിൽ എനിക്ക് എന്തായാലും അതാണ് ഫീൽ ചെയ്തത്. ഡയറക്ടറോട് ഇപ്പോ അതല്ലേ ഞാൻ പറഞ്ഞത്, എനിക്ക് ഡബിയാണ് ഭാഗം മാത്രമേ എന്നെ കാണിച്ചു തന്നിട്ടുള്ളൂ. ഇവർ എന്താണ് ഒരു ഔട്ട്പുട്ട് വരുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതെന്തായിരുന്നു ഈ പാട്ട് തന്നെ കണ്ടപ്പോൾ ഞങ്ങളോട് അങ്ങോട്ട് നടക്കാൻ പറഞ്ഞു, ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞു, പൂച്ചെടുക്കാൻ പറഞ്ഞു, ഈ കൈ ഉമ്മ കൊടുക്കാൻ പറഞ്ഞു, അതൊക്കെ നടന്നു. പക്ഷേ അയ്യോ, പാട്ട് നല്ല ഭയങ്കര ലോ പേസിൽ തുടങ്ങുന്ന ഒരു നല്ല പാട്ട്, ഭയങ്കര നല്ല മനോഹരമായൊരു പാട്ടാണ്. കാരണം എനിക്ക് എനിക്ക് അറിയില്ലല്ലോ. ഡയറക്ടറോടാണ് 2 ചോദ്യമാണ്. ഒന്ന്, ഇങ്ങനെ ഈ കഥ മുഴുവൻ പറയാതെ ഇവരെ കൊണ്ട് അഭിനയിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അതെങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതിനകത്തൊരു ടാഗ് ലൈൻ കാണിക്കുന്നുണ്ട്, നീ ആരെ കിളിഹിടി എന്നൊരു ടാഗ് ലൈൻ കാണിക്കുന്നുണ്ട്, അതെന്താണെന്നുള്ളതൊന്ന് പറയാമെങ്കിൽ. വലിയ കോൺഫിഡൻസിൻ്റെ ഇതല്ല. പിന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, നല്ല കിട്ടില്ല നടി നടന്മാരാണ് അവരെല്ലാവരും, മനസ്സിലായത്. ഇവരോടൊപ്പം സഹകരിക്കുകയാണ് ചെയ്യുന്നത്, കൃത്യമായിട്ട് പറഞ്ഞത്. പിന്നെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും മനസ്സിലായില്ല. അപ്പം ഞാനിപ്പോൾ ഈ പറയുന്നത് നമ്മളിപ്പം ഞാൻ ബസാറിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ചില രീതികൾ, ചില സംഭവങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് ഞാനൊന്ന് നോക്കി, അതായത് മൊത്തമായ കഥ പറയുമ്പോഴത്തേക്ക് ഇവർ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും വരുന്നത്, അവർക്ക് അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് ഓരോ പ്രാവശ്യം ഞാൻ പറയുമ്പോഴും അവരുടെ എക്സൈറ്റ്മെൻറ്റ് കൂടുന്നുണ്ട്.
ഇവരുടെ പെർഫോമൻസിൻ്റെ ലെവൽ കൂടുന്നുണ്ട്. വേറൊരു തരം ജാഫർക്ക് എനിക്ക് ഇതിൽ കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നീ ആരൊക്കെ ലീഡ് ചെയ്യുന്നുള്ളത് നമ്മളൊരു സോങ്ങിൻ്റെ വരിയാണ്. അപ്പം നമ്മുടെ ഈ സിനിമയിൽ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി മനസ്സിലായില്ല, അതിനാണ് അതൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിപ്പോൾ ഇന്നിപ്പോൾ ആ സോങ് റിലീസായിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ പരിപാടിയാണ്. 5-ാം തീയതി തീർച്ചയായിട്ടും. ഇതിനിപ്പോൾ ഞാൻ രഞ്ജിസാനോട് വർക്ക് ചെയ്യുന്നുണ്ട്, ബ്ലസ്സാനോട് വർക്ക് ചെയ്യുന്നുണ്ട്, ലിജോ ജോസ് പല്ലിശ്ശേരി, പിന്നെ ഒരുപാട് സമയത്തോട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇടുക്കിക്കാരുടെ സിനിമയാണ്. ഇടുക്കിക്കാരൻ്റെ സിനിമയിൽ ഞാൻ മാത്രമല്ല ഇടിക്കുള്ളൂ. അമ്പളി ഇടുക്കി, പക്ഷെ ഇവര് വേറെ സ്ഥലം. ജോണോ അല്ല, അങ്ങനെ ഇപ്പൊ ഇന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ മാനസികാവസ്ഥ പോലെ തന്നെയാണ്. ഒരു ദിവസം പലതരം മാനസികാവസ്ഥ ഉണ്ടല്ലോ. ഞങ്ങളൊക്കെ മാറ്റി അങ്ങനെയുള്ള പരിപാടി അതങ്ങനെ ഞങ്ങളോട് സഹകരിക്കുന്നത് മാറി ഭയങ്കര ചൂട്. ഞങ്ങൾ പേടിച്ചു പോയി. ശരിക്കും എത്ര പേരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, വാന്നാളിയാ നമ്മളങ്ങനെയല്ല അളിയാ, എല്ലാവരോടും പോകണ്ടേ. പിന്നെ ഈ സിനിമയില് ഞങ്ങളൊക്കെ ഒന്നും കാണിക്കുന്നത് ഞങ്ങളൊക്കെ പാവങ്ങളാണ്. അജീഷ പ്രഭാകരൻ, അജീഷ ഉണ്ട് തിങ്കളാഴ്ച നിശ്ചയത്തില്, അർപ്പിതുണ്ട്, പിന്നെ ശ്രീയാന്ത് ഒരു കുട്ടിയുണ്ട്, ന്യൂ നോർമലിലൊക്കെ അഭിനയിച്ചിട്ടുള്ള കുട്ടിയുണ്ട്, പിന്നെ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ജോയി അറക്കുളം, അതേപോലെ വന്നിട്ട് പോയി അറക്കുളമുണ്ട്, കണ്ണൻ ചേട്ടൻ, കണ്ണൻ സാഗർ, അങ്ങനെ കുറച്ച് നല്ല കിടിലം ആർട്ടിസ്റ്റുള്ള ഒരു സിനിമയാണ്. അതായത് ഒരു ഭയങ്കര രസമുള്ള കുസൃതിയുള്ള ആളായിരിക്കണം, എന്നാൽ പെട്ടെന്ന് ഗൗരവമാവണം. അങ്ങനെ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് ജാഫ്രിക്കയാണ്. എല്ലാം മരുന്നും കൊണ്ടെന്നൊക്കെ പറഞ്ഞ് ആരോ പറഞ്ഞു ഏൽപ്പിച്ചു എല്ലാം. അത് അതൊരു സാധനം നോക്കട്ടെ, അത് പറഞ്ഞതാ കലാഭവമണി. ദൈവമേ ഇപ്പോൾ ഓർത്തപ്പോൾ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചുമ്മാ പുള്ളി ഇങ്ങനെ എന്താ മീശയിൽ ഇങ്ങനെ കാണിച്ചിട്ടിരിക്കുക. അവിടുന്ന് പുള്ളിയുടെ സുഹൃത്ത് വന്ന് വിളിച്ചു, എഫ്രേ നിന്റെ ഒരു കടച്ചക്ക വന്നേ എന്നോട്. ഒരു കടച്ചക്ക എന്ന് പറയാം, കടച്ചക്കയുള്ള സീസണല്ലാതെ. അപ്പം ഞാൻ ചുമ്മാ ചോദിച്ചു, കടച്ചക്കയോ? നിൻ്റെ ഭാഗം തന്നെ ഉണ്ടല്ലോ. എൻ്റെ കയ്യിൽ കൂടുതൽ ഞങ്ങളിൽ എല്ലാവരുടെയും ഈ ചാർജിൻ്റെ വള്ളിയില്ലേ, ചാർജ് ചെയ്യണ കേബിളില്ലേ, അത് സി കേബിളും ആ കേബിളും ഈ കേബിളും മറ്റേ കേബിളും ഒക്കെ എൻ്റെ അടുത്തുണ്ട്. പിന്നെ കുടിലുണ്ട്, കത്രിയുണ്ട്. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു കൊടുക്കുക. അപ്പോൾ പിന്നെ ചോദിച്ചാൽ പിന്നെ കൊടുക്കും. അപ്പോൾ ചുമ്മാ പുള്ളി ഒരു കടച്ചക്കാരാവും ഒന്ന്. അത് പറഞ്ഞ് മനസ്സിലായില്ലേ? അതുപോലെ ഇത് എന്നാ പറയുന്നത്? ചെയ്യുന്ന എല്ലാ കഥാപാത്രം നോക്കിയാൽ ഒന്നിനൊന്നും ഡിഫറെന്റ് ആവാൻ ശ്രമിക്കാറുണ്ട്. അന്ന് പറഞ്ഞതുപോലെ അതല്ല, ഈ ഇതിനകത്ത് തന്നെ നോക്കുമ്പോഴും കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. ഇമോഷണൽ ആയിട്ടുള്ള കഥാപാത്രമാണ്. വളരെ റെലവൻ്റ് ആയിട്ടുള്ള കഥാപാത്രമാണ്. സീരിയസ് എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു നമ്മൾ എപ്പോഴും സീരിയസ് അല്ലല്ലോ, വളരെ റെലവൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് എൻ്റേത്. പിന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നമ്മളിതിനു മുമ്പും സംസാരിച്ചിട്ടല്ലേ, അപ്പോഴൊക്കെ അന്ന് ഞാൻ പറയുകയും ചെയ്തു, നമ്മളെന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യാൻ നമ്മൾ മാത്രം ആഗ്രഹിച്ചാൽ പോരാ, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തീരുമാനിക്കുന്നവരും ആഗ്രഹിക്കണം. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ്. ഈ സിനിമയിൽ വിഷ്ണുവിനെ വിളിച്ചപ്പോൾ തന്നെ ആദ്യം പറഞ്ഞത്, ശ്രീകാന്തേട്ട ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഇതുവരെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ശ്രീകാന്തേട്ടൻ്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങളെ കണ്ടതിന് വളരെ വ്യത്യാസമായിട്ട് ഇത് ചെയ്യാൻ പറ്റും, ഇത് സമ്മതിക്കുകയാണെങ്കിൽ. കാരണം വളരെ ചെറിയൊരു സിനിമയാണ്. ബൈ ഓൾ മീൻസ് ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ ഒരു വീട്ടിലൊക്കെ താമസിച്ച സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ ബജറ്റും ഒക്കെ നമ്മളെ വളരെ കൺസ്ട്രെയിൻ ബജറ്റിൽ ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അതൊക്കെ പറയുമ്പോഴും ശ്രീകാന്തേട്ടൻ ചെയ്ത് നമ്മുടെ ഒപ്പം നിന്നാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു കഥാപാത്രത്തെ ഞാൻ ശ്രീകാന്തേട്ടനെ കൊണ്ട് അഭിനയിക്കും. ഒന്നും പ്രതീക്ഷിക്കാതെ വരിക എന്നുള്ളതാണ് അതാണ് പറയാനുള്ളത്. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഫസ്റ്റ് ഹാഫ് ചോദ്യം, സെക്കൻഡ് ഹാഫ് ഉത്തരം, മാംഗോ മുറി, ജനുവരി 5 ഇത് തന്നെയാണ് ഇതിൻ്റെ നിർത്താമല്ലോ നമുക്ക്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇപ്പം ഇക്കയാണെങ്കിലും ശ്രീകാന്തേട്ടനാണെങ്കിലും സിബി സാറാണെങ്കിലും വിനിച്ചേട്ടനാണെങ്കിലും ഇവരെല്ലാവരും വളരെ മനോഹരമായി സഹകരിക്കുന്നതാണ്, ലാലി ചേച്ചി ഉൾപ്പെടെ. അപ്പം നേരത്തെ ഇക്ക ഇവിടെ പറഞ്ഞൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുകയാണ്. ഒരു തരത്തിലും എനിക്ക് പുള്ളി കൊണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എന്താണോ പറയുന്നത് അത് കൃത്യമായിട്ട് കൃത്യസമയത്ത് വരും. പുള്ളി ഒന്ന് കണക്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളി നമ്മളെ കൊണ്ടൊരു പോക്കാം, മനസ്സിലായില്ല. അപ്പം അത്തരത്തിൽ ജാഫ്രിക്കയുടെ ഒരു പ്രകടനം ഇതിൽ കാണാൻ കഴിയും. അപ്പം വേറെ ഒന്നുമില്ല. താങ്ക് യു വെരി മച്ച്.
ഇതുവരെ തോന്നിയിട്ടില്ല. ഇനി എങ്ങനെയാണെന്നറിയില്ല. പക്ഷെ എൻ്റെ നിലപാടുകളിൽ ഞാൻ എപ്പോഴും ഉറച്ചു നിൽക്കുകയും ചെയ്യും. എനിക്ക് ഇത് എങ്ങനെയാലും ഞാൻ കാണുന്നില്ല, ഞാൻ പടം കാണാത്ത ആളായോണ്ട് ഇത് തൊട്ടൊന്ന് കണ്ടാലോ എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ആയിട്ട് തോന്നുക. നല്ല തമാശ അല്ല ഇത് തൊട്ടൊക്കെ തുടങ്ങിയാലോ ഇത് കാഴ്ച അങ്ങനെ